ഹലോ ഫ്രണ്ട്സ്, അച്ചീവർ സ്റ്റഡി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റാൻഡം ടോപ്പിക്സ് എന്ന ഹെഡിങ്ങിൽ ഒരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. കേരള PSC, SSC, കാസ്, UPSC എക്സാംസിൽ വളരെ പ്രധാനപ്പെട്ടതും ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാവുന്നതുമായ ടോപ്പിക്സും അതുമായി ബന്ധപ്പെട്ട PYQമായിരിക്കും നമ്മളിവിടെ പ്രത്യേകമായി എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോസ് ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് നവകേരള മിഷനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. 1956 നവംബർ 1 ഒരു വ്യാഴാഴ്ച ദിവസം. അന്ന് തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ആൻഡ് മലബാർ എന്നീ 5 ജില്ലകൾ ചേർത്ത് വെച്ച് കേരള സംസ്ഥാനം രൂപം കൊണ്ടു. എന്നാണ് 1956 നവംബർ 1 ഏതൊക്കെ ജില്ലകളാണ്? തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ ആൻഡ് മലബാർ എന്നീ 5 ജില്ലകൾ ചേർത്ത് വെച്ചിട്ടാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. അതാണ് നവംബർ 1 നമ്മൾ കേരളപ്പിറവിയായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഒരു 60 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കാലഘട്ടം വന്നു. എന്നാണ് 2016 നവംബറിൽ. അപ്പോൾ 2016 നവംബറിൽ 60 വയസ്സ് പൂർത്തിയാകുന്ന കേരളത്തിനായിട്ട് ഒന്നാം പിണറായി സർക്കാർ വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി, അപ്പോൾ 60 വർഷം എന്ന് പറയുമ്പം എന്താണ് ആ ഒരു പേര്? വജ്ര ജൂബിലിയാണ് അല്ലേ? 60 വയസ്സ് അല്ലെങ്കിൽ 60 വർഷം എന്ന് പറയുമ്പോൾ വജ്ര ജൂബിലി എന്നാണ് പറയാം. അപ്പോൾ 2016 നവംബറിൽ 60 വയസ്സ് പൂർത്തിയാകുന്ന കേരളത്തിനായി ഒന്നാം പിണറായി സർക്കാർ വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വജ്ര കേരളം എന്ന പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ ഈ സമയത്ത് പിണറായി വിജയൻ സർക്കാർ എന്തുകൊണ്ടുവന്നു? പ്രഖ്യാപിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് എന്ത്? നവകേരള മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1956 നവംബർ 1 കേരളപ്പിറവി ദിനമാണെന്നറിയാം. അപ്പോൾ അന്ന് 5 ജില്ലകൾ കൂട്ടിച്ചേർത്താണ് ഈ കേരളം ഉണ്ടായത്. അതിനുശേഷം ഒരു 60 വയസ്സ് പൂർത്തിയാകുന്ന കാലത്ത്, എന്നാണ് 2016 നവംബറിൽ എന്ത് ചെയ്തു? ഒന്നാം പിണറായി സർക്കാർ വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വജ്ര കേരളം എന്നൊരു പരിപാടി അവതരിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ പ്രഖ്യാപിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? നവകേരള മിഷൻ എന്ന് പറയുന്നത്. 60ാം വാർഷികത്തെ വജ്ര ജൂബിലി എന്നാണ് നമ്മളിവിടെ വിശേഷിപ്പിച്ചത് അല്ലേ? എന്താണ്? 60ാം വാർഷികത്തിനെ വജ്ര ജൂബിലി എന്നാണ് നമ്മളിവിടെ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതുപോലെ കുറച്ച് വാർഷികങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് നോക്കിപ്പോവാം. ഫസ്റ്റ് വണ്ണാണ് 25ാം വാർഷികത്തിന് എന്താണ് പറയുന്നത്? രജത ജൂബിലി എന്നാണ്. എന്താണ്? 25ാം വാർഷികത്തെ നമ്മൾ പറയുന്ന പേരാണ് രജത ജൂബിലി. ദെൻ 50ാം വാർഷികത്തിന് അത് സുവർണ ജൂബിലിയാണ്. 50ാം വാർഷികമാകുമ്പോൾ എന്താണ്? അത് സുവർണ ജൂബിലി ആവും. ദെൻ 60ാം വാർഷികം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പറഞ്ഞു തന്നെയാണ് വജ്ര ജൂബിലിയാണ്. അപ്പോൾ 75ാം വാർഷികം എന്ന് പറയുന്നത് എന്താണ്? 75ാം വാർഷികം എന്ന് പറയുമ്പോൾ പ്ലാറ്റിനം ജൂബിലിയാണ്. അപ്പോൾ അല്ലേ? പ്ലാറ്റിനം ജൂബിലിയാണ്. ദെൻ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ എന്താണ്? സെൻറ്റനറി. അപ്പോൾ എന്താണ്? 100ാം വാർഷികത്തിന് എന്താ പറയുന്നത്? സെൻറ്റനറി എന്നാണ് പറയുന്നത്. അപ്പോൾ സെഞ്ചുറി എന്ന് പറയുന്നത് എന്താണ്? സെഞ്ചുറി എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിനെയാണ്, അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരാണ് സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ടേംസ്? 25ാം വാർഷികത്തെ രജത ജൂബിലി എന്നും, 50ാം വാർഷികത്തെ സുവർണ ജൂബിലി എന്നും, 60ാം വാർഷികത്തെ വജ്ര ജൂബിലി എന്നും, 75ാം വാർഷികത്തെ നമ്മൾ പ്ലാറ്റിനം ജൂബിലി എന്നും, അതുപോലെ 100ാം വാർഷികത്തെ സെൻറ്റനറി എന്നും, അതുപോലെ സെഞ്ചുറി എന്ന് പറയുന്നതോ ഒരു നൂറ്റാണ്ടിനെ അല്ലെങ്കിൽ ഒരു 100 വർഷങ്ങളെ ഒരുമിച്ച് പറയുന്ന പേരുമാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്കിനി ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള സാമൂഹ്യക്ഷേമ പദ്ധതിയായ നവകേരള മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ആരോഗ്യം, കാർഷികം, വിദ്യാഭ്യാസം, ഹൗസിംഗ് എന്നീ മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്താണ്? കേരളത്തിൽ ഏറ്റവും പ്രചാരമുള്ള സാമൂഹ്യക്ഷേമ പദ്ധതിയായ നവകേരള മിഷൻ എന്തിൻ്റെ സഹായത്തോടെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഏതിനൊക്കെയാണ് പ്രാധാന്യം കൊടുത്തത്? ആരോഗ്യത്തിന്, കാർഷികത്തിന്, വിദ്യാഭ്യാസത്തിന്, അതുപോലെ ഭവന നിർമ്മാണത്തിനൊക്കെ. സോ ഈ മേഖലകളിലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിട്ടാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചത്. പദ്ധതിയുടെ പേരെന്താണ്? നവകേരള മിഷൻ. അത് എന്നാണ് രൂപം കൊണ്ടത്? 2016 നവംബറിലാണ് ഇത് പ്രഖ്യാപിക്കപ്പെട്ടത്. ആരാണ് പ്രഖ്യാപിച്ചത്? ഒന്നാം പിണറായി സർക്കാരാണ്. ഓക്കെ, നമുക്കിനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ടും കൂടെ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻസ് തുടങ്ങി പ്രാദേശിക ഭരണകൂടങ്ങളുടെ നയപരമായ കാര്യങ്ങൾ നോക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്നത്. എന്താണ്? കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻസ് തുടങ്ങി പ്രാദേശിക ഭരണകൂടങ്ങളുടെ നയപരമായ കാര്യങ്ങൾ നോക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഭരണഘടനാ ഭേദഗതി 73, 74 ഈ ഒരു ടേംസ് ഓർത്തിരിക്കുക. എന്താണ്? ഭരണഘടനാ ഭേദഗതി 73,
1974 നിലവിൽ വന്നതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരണഘടനാപരമായ തദ്ദേശ സർക്കാരുകളായിട്ട് എന്ത് ചെയ്തു മാറുകയുണ്ടായി. ഇപ്പം എന്താണ് ഭരണഘടനാ ഭേദഗതി 73-74 നിലവിൽ വന്നതോടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതായിട്ട് മാറി? ഭരണഘടനാപരമായിട്ടുള്ള തദ്ദേശ സർക്കാരുകളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വകുപ്പിന് എന്തുണ്ടായിരിക്കും? ഒരു നേതൃത്വം കൊടുക്കുന്ന ആരായിരിക്കും? ഒരു ഗവൺമെൻറ് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വകുപ്പിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഒരു ഗവൺമെൻറ് സെക്രട്ടറിയാണ്. ഒപ്പം ഇതിൻ്റെ തീരുമാനങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? മന്ത്രിമാർ ചേർന്നാണ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. അപ്പം എന്താണ് മന്ത്രിമാർ ചേർന്നാണ് ഈ ഒരു വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ 1994 എന്നാണ് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ എന്താണ് കേരള പഞ്ചായത്ത് രാജ് നിയമം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ റാൻഡം ടോപ്പിക്കിൽ പറയാം. എന്താണ് കേരള പഞ്ചായത്ത് രാജ് നിയമം ഒക്കെ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഒരു ടേം ജസ്റ്റ് നോക്കി പോവാം എന്താണെന്ന് മാത്രം. ഓക്കെ, 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ അധികാരത്തിനോടൊപ്പം വിഭവങ്ങളും അതുപോലെ ഉത്തരവാദിത്തങ്ങളും വികേന്ദ്രീകരിച്ച് നൽകി തദ്ദേശ സ്ഥാപനങ്ങളെ കരുത്തുറ്റ ഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പം എന്താണ് 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ അധികാരത്തിനോടൊപ്പം വിഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും വികേന്ദ്രീകരിച്ച് നൽകി തദ്ദേശ സ്ഥാപനങ്ങളെ കരുത്തുറ്റ ഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പം എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷൻസ് ഇപ്പോൾ തുടങ്ങിയ പ്രാദേശിക ഭരണകൂടങ്ങളുടെ നയപരമായ കാര്യങ്ങൾ നോക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വകുപ്പാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനാ ഭേദഗതി 73-ഉം 74-ഉം നിലവിൽ വന്നതോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തായി മാറിയത്? ഭരണഘടനാപരമായ തദ്ദേശ സർക്കാരുകളായിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ഈ വകുപ്പിന് ഒരു ഗവൺമെൻറ് സെക്രട്ടറിയാണ് നേതൃത്വം നൽകുന്നത്. ഒരു ഗവൺമെൻറ് സെക്രട്ടറിയാണ് ഈ വകുപ്പിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ മന്ത്രിമാർ ചേർന്നാണ് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിക്കുന്നത്. കൂടാതെ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതോടെ അധികാരത്തിനോടൊപ്പം വിഭവങ്ങളും ഉത്തരവാദിത്തങ്ങളും വികേന്ദ്രീകരിച്ച് നൽകി തദ്ദേശ സ്ഥാപനങ്ങളെ കരുത്തുറ്റ ഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളൊക്കെ എത്ര എണ്ണം വീതം ഉണ്ടെന്നും കൂടെ നോക്കാം. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ എത്ര ഉണ്ട്? മൊത്തത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളാണ് നിലവിലുള്ളത്. അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 എണ്ണമുണ്ട്. ജില്ലാ പഞ്ചായത്തുകളാണെങ്കിലോ 14 എണ്ണമാണ് ജില്ലാ പഞ്ചായത്തുകൾ. മുനിസിപ്പാലിറ്റികളാണെങ്കിലോ 87 മുനിസിപ്പാലിറ്റികളുണ്ട്. അതുപോലെ 6 കോർപ്പറേഷനുകളുമാണ് ഉള്ളത്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം കൂടി നമ്മളൊന്ന് ഓർത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതും എന്താണ് PYQ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ എത്രയാണ്? 941, ബ്ലോക്ക് പഞ്ചായത്തുകൾ 152, ജില്ലാ പഞ്ചായത്തുകൾ 14, മുനിസിപ്പാലിറ്റികൾ 87, കോർപ്പറേഷനുകൾ 6 എണ്ണമാണ്. ഓക്കെ, ഇനി ഇത്രയും ഈ 1200 തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്ന ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും എണ്ണം പറഞ്ഞില്ലേ? ഏതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? സോ ഇങ്ങനെയുള്ള 1200 തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സമന്വയിപ്പിക്കുന്ന ഒരു ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ്. അതുപോലെ പഞ്ചായത്ത് വകുപ്പ്, നഗരകാര്യ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, നഗരഗ്രാമസൂത്രണ വകുപ്പ് എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട അനുബന്ധ വകുപ്പുകൾ. ഏതൊക്കെയാണ്? പഞ്ചായത്ത് വകുപ്പ്, നഗരകാര്യ വകുപ്പ്, ഗ്രാമവികസന വകുപ്പ്, നഗരഗ്രാമസൂത്രണ വകുപ്പ് എന്നിവയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട അനുബന്ധ വകുപ്പുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? എന്താണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ്? നിലവിൽ ശ്രീ MB രാജേഷാണ്. ആരാണ്? ശ്രീ MB രാജേഷാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. അതുപോലെ ഇതിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് വരുന്ന ആരാണ്? ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS ആണ്. അതാണ് ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS. 2016 നവംബർ 10-നാണ് അന്നത്തെ കേരള ഗവർണറായിരുന്ന P സദാശിവം നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. അപ്പോൾ എന്താണ് 2016 നവംബർ 10-നാണ് അന്നത്തെ കേരള ഗവർണറായിരുന്ന P സദാശിവം തിരുവനന്തപുരത്ത് വെച്ച് നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇദ്ദേഹം 40ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. ആര്? P സദാശിവം എന്ന് പറയുന്നത്. എന്താണ് 40ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ് P സദാശിവൻ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അന്നത്തെ ഗവർണറായിരുന്നു P സദാശിവം. എന്നായിരുന്നു? 2016 നവംബർ 10-ന്. നവകേരള മിഷന്റെ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ അധ്യക്ഷ പദവി അലങ്കരിച്ചതാരാണ്? നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനായിരുന്നു.
ഓക്കെ, നമുക്കിനി പി സദാശിവനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാനുണ്ട്. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്? പളനിസ്വാമി സദാശിവൻ എന്നാണ്. അതാണ് പളനിസ്വാമി സദാശിവൻ എന്നാണ് പി സദാശിവൻ്റെ പേരിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. അപ്പം ഇദ്ദേഹം കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായിരുന്നു. എന്താണ്? കേരളത്തിൻ്റെ 23ാമത്തെ ഗവർണറായിരുന്നു പി സദാശിവം എന്ന് പറയുന്നത്. ഇദ്ദേഹം ജനിച്ചതെന്നാണ് ഏപ്രിൽ 27, 1949 എന്നാണ് 1949 ഏപ്രിൽ 27 തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പി സദാശിവം ജനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ സുപ്രീം കോർട്ടിലെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അപ്പം സുപ്രീം കോർട്ടിലെ 40ാമത്തെ ചീഫ് ജസ്റ്റിസായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് പി സദാശിവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദവി അലങ്കരിക്കുന്ന ആദ്യത്തെ തമിഴ്നാട്ടുകാരൻ എന്നൊരു പ്രത്യേകത കൂടി ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്താണ്? സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ തമിഴ്നാട്ടുകാരൻ കൂടിയാണ് ആര്യ പി സദാശിവൻ എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആര് തന്നെയാണ്? പി സദാശിവനാണ്. അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ആര് തന്നെയാണ്? പി സദാശിവമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1993 മുംബൈ സ്ഫോടന കേസിലെ വിധി പറഞ്ഞ ജഡ്ജ് കൂടിയാണ് ആര്? പി സദാശിവം എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതിയാകും. എന്താണ്? 1993 മുംബൈ സ്ഫോടന കേസിലെ വിധി പറഞ്ഞ ഒരു ജഡ്ജ് ആരാണ്? പി സദാശിവമാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പി സദാശിവനെ പറ്റി പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പളനിസ്വാമി സദാശിവൻ എന്നാണ്. അതുപോലെ കേരളത്തിലെ 23ാമത്തെ ഗവർണറായിട്ടാണ് ഇദ്ദേഹം അധികാരമേറ്റത്. അതുപോലെ തമിഴ്നാട്ടിലെ ഈറോഡ് തമിഴ്നാട്ടിലെ ഈറോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇദ്ദേഹം 1949 ഏപ്രിൽ 27 ജനിച്ചത്. കൂടാതെ സുപ്രീം കോർട്ടിലെ 40ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചത്. ഒപ്പം ഈ പദവി അലങ്കരിച്ച ആദ്യത്തെ തമിഴ്നാട്ടുകാരൻ എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറാകുന്ന ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടിയാണ് പി സദാശിവം എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ ചില കളറേഷൻ വ്യത്യാസമൊക്കെ ഉണ്ടല്ലേ. സോ ഈ സ്കിൻ കണ്ടീഷന് പറയുന്ന പേരാണ് വിറ്റിലിഗോ. എന്താണ് വിറ്റിലിഗോ എന്ന് പറഞ്ഞൊരു സ്കിൻ കണ്ടീഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്താണ് ഈ വിറ്റിലിഗോ എന്ന് പറയുന്നത്? ഇതൊരു ക്രോണിക് ആയിട്ടുള്ളൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതായത് നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിസോർഡറാണ്. ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന രോഗമൊന്നുമല്ല പക്ഷേ ഇത് വന്നു കഴിഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതുപോലെ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കിന്നിൻ്റെ ചില ഭാഗങ്ങളിൽ മെലാനിൻ പിഗ്മെൻറ്റേഷൻ നഷ്ടമാവും. എന്നിട്ട് അത് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ചില പാടുകളായിട്ട് ഇങ്ങനെ സ്കിന്നിൽ പ്രത്യക്ഷമാകുന്ന ഒരു കണ്ടീഷനാണ് വിറ്റിലിഗോ എന്ന് പറയുന്നത്. ഇതെന്താണ്? ജീവന ഭീഷണി ഉണ്ടാക്കുന്ന രോഗങ്ങളൊന്നുമല്ല. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. നവകേരള മിഷനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്ന നവകേരള മിഷന് നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ പദവി അലങ്കരിച്ചിരുന്നത് ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ് നമ്മൾ പറഞ്ഞു. സോ നവകേരള മിഷനിൽ ഉൾപ്പെടുന്ന പദ്ധതികൾ പ്രധാനമായും 4 എണ്ണമാണ്. ഓക്കെ, അപ്പം എന്താണ്? നവകേരള മിഷനിൽ 4 ഉപമിഷനുകളാണ് അല്ലെങ്കിൽ 4 ഉപപദ്ധതികളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ്? ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ദെൻ ഹരിത കേരള മിഷൻ. എന്തൊക്കെയാണ്? ആർദ്രം, ലൈഫ്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ദെൻ ഹരിത കേരള മിഷൻ. ഇനി ഇത് ഓരോന്നും നമുക്ക് എന്താണെന്നും കൂടെ നോക്കിയേക്കാം. ഇതിൽ ആദ്യം വരുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം പദ്ധതി. ആർദ്രം എന്താണ്? ആർദ്രം ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ വരുന്ന ഒരു പദ്ധതിയാണിത്. ഇതാണ് ആരോഗ്യ മേഖലയിൽ വരുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. സോ ഈ ഒരു പദ്ധതിയുടെ അധ്യക്ഷൻ ആരായിരിക്കും? നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള ആരാണ്? ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അപ്പം ആർദ്രം എന്ന് പറഞ്ഞ പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? വീണ ജോർജ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉപാധ്യക്ഷ ആരാണ്? വീണ ജോർജ് ആണ്. ഇപ്പോൾ വീണ ജോർജ് എന്ന് പറയുമ്പോൾ എന്താണ്? കേരള സർക്കാരിൻ്റെ ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? വീണ ജോർജ് എന്ന് പറയുന്നത്. സോ ഇവർ കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ ഏതൊക്കെയാണ്? കുടുംബക്ഷേമമുണ്ട്. അതുപോലെ തന്നെ ആയുഷ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താ? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി. അപ്പം ഇതൊക്കെ ഉൾപ്പെടുന്ന വകുപ്പാണ് ആരുടെ? വീണ ജോർജിൻ്റെ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ആർദ്രം എന്ന് പറഞ്ഞ പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ആരോഗ്യ മേഖലയിലെ ഒരു പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്ന ആരാണ്? പിണറായി വിജയനും ഉപാധ്യക്ഷ വീണ ജോർജുമാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. പിന്നെ നമുക്കതിനകത്ത് നോക്കാനുള്ളത് ഈ ഒരു പദ്ധതി ഏതിനൊക്കെയാണ് പരിഗണന നൽകിയിരിക്കുന്നതും കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നീ തലങ്ങളിലായിരിക്കും ആർദ്രം മിഷൻ പ്രഥമ പരിഗണന നൽകുന്നത്. അപ്പോൾ ഏതൊക്കെ തലങ്ങളിലായിരിക്കും? സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, അതുപോലെ ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നീ തലങ്ങളിലായിരിക്കും ആർദ്രം മിഷനിൽ പ്രഥമ പരിഗണന നൽകുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടത്തിലാണെങ്കിലോ രണ്ടാം ഘട്ടം ആകുമ്പോഴത്തേക്കും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തും. അതുപോലെ തന്നെ ജില്ലാ
താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങളൊക്കെ ഉറപ്പാക്കും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, സംസ്ഥാനത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അതുപോലെ ജില്ലാ താലൂക്ക് ആശുപത്രികൾ എന്നീ തലങ്ങളിലായിരിക്കും ആർദ്രം മിഷനിൽ പ്രഥമ പരിഗണന നൽകുന്നത്. അതുപോലെ രണ്ടാം ഘട്ടത്തിൽ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനവും ഇവിടെ മെച്ചപ്പെടുത്തും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആർദ്രം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ എന്തായിരിക്കും ലക്ഷ്യം? ഓൾറെഡി നമ്മൾ പറഞ്ഞു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന്. സോ ഇനി നമുക്ക് അതിൻ്റെ ലക്ഷ്യങ്ങളും കൂടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക. എന്തൊക്കെയാണ്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക. അതുപോലെ രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാക്കുക. രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാക്കുക. ദ നെക്സ്റ്റ് വൺ, ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുക. എന്നാണ് ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുക. അതുപോലെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റും കാര്യക്ഷമമായി ഇടപെടുക. എന്താണ്? രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റും കാര്യക്ഷമമായി ഇടപെടുക. അതുപോലെ ഒരു രോഗി ആശുപത്രിയിലെത്തി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഡോക്ടറിനെ കണ്ട് ടെസ്റ്റ് നടത്തി മരുന്ന് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനികവൽക്കരിക്കുക. എന്താണ്? ഒരു രോഗി ആശുപത്രിയിലെത്തി രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഡോക്ടേഴ്സിനെ കണ്ട് ടെസ്റ്റ് നടത്തി മരുന്ന് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ എന്തു ചെയ്യണം? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനികവൽക്കരിക്കണം. അതുപോലെ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ഇരിപ്പിട സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കണം. എന്താണ്? കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് ഇരിപ്പിട സൗകര്യം കൂടെ എന്ത് ചെയ്യണം? ഒരുക്കിയിരിക്കണം. അതുപോലെ സൈൻ ബോർഡുകൾ, പിന്നെ രോഗികളെ പരിശോധിക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് ക്യാബിനുകളും സ്ഥാപിക്കണം. അപ്പോൾ എന്താണ്? രോഗികളെ പരിശോധിക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് എന്ത് വേണം? ക്യാബിനുകളും സ്ഥാപിക്കണം. ഇപ്പോൾ എന്തൊക്കെയാണ് ആർദ്ര മിഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുക, രോഗി സൗഹാർദ്ദപരമായ ഒരു സമീപനം സർക്കാർ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാക്കുക, അതുപോലെ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ നിറവേറ്റുക, ഒപ്പം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും മറ്റും കാര്യക്ഷമമായി ഇടപെടുക. ദെൻ ഒരു രോഗി ആശുപത്രിയിൽ എത്തിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ ഡോക്ടറിനെ കണ്ട് ടെസ്റ്റ് നടത്തി മരുന്ന് വാങ്ങുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനികവൽക്കരിക്കുക. ദെൻ കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ രോഗികൾക്ക് പ്രത്യേക ഇരിപ്പിട സൗകര്യങ്ങൾ സജ്ജമാക്കുക. ദെൻ സൈൻ ബോർഡ് അതുപോലെ തന്നെ രോഗികളെ പരിശോധിക്കുമ്പോഴും ചികിത്സിക്കുമ്പോഴും സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് ക്യാബിനുകളും സ്ഥാപിക്കുക. ഓക്കെ, ഇത്രയുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് ഓർത്തിരിക്കുക. ആർദ്രം പദ്ധതിക്ക് വേണ്ടുന്ന ചെലവുകളൊക്കെ വഹിക്കുന്നത് ആരാണെന്നും കൂടെ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വരുന്ന ചിലവുകൾ കിഫ്ബി മുഖേനയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നുമാണ് വകയിരുത്തുന്നത്. എന്താണ്? അപ്പോൾ ഇതിൻ്റെ കീഴിൽ വരുന്ന ഇതിൻ്റെ എന്ന് വെച്ചാൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി വരുന്ന ചിലവുകൾ കിഫ്ബി മുഖേനയും അതുപോലെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നുമായിരിക്കും വകയിരുത്തേണ്ടത്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളത്, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്നതാണ് ആർദ്രം പദ്ധതി. നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ഇതേ സെയിം പദ്ധതിയിൽ ആർദ്രം മിഷൻ 1 13ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നിലവിൽ വരുന്നത്. ഇപ്പം എന്താണ്? അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗി സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന ആർദ്രം മിഷൻ 1 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് നിലവിൽ വന്നത്. പിന്നീട് നവകേരളം കർമ്മ പദ്ധതിക്ക് കീഴിൽ വരുന്ന 4 ഉപമിഷനുകളിൽ ഒന്നായി ആർദ്രം മിഷൻ 2 2022 പുനരവതരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ആർദ്രം മിഷൻ എന്ത് ചെയ്തു? ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. എപ്പോഴാണ്? 13ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ആർദ്രം മിഷൻ 1 എന്ത് ചെയ്തിട്ടുണ്ട്? നിലവിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നവകേരളം കർമ്മ പദ്ധതിക്ക് കീഴിലായിട്ട് 4 പദ്ധതികൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിലൊരു പദ്ധതിയായിട്ട് ഈ ആർദ്രം മിഷൻ 2 2022 പുനരവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരളം മിഷന്റെ കീഴിൽ വരുന്ന രണ്ടാമത്തെ പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ്, അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈഫിൻ്റെ ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. എന്താണ്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നുള്ളതാണ് ലൈഫിൻ്റെ ഫുൾ ഫോം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ്. എന്താണ്? പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ്? സ്വാഭാവികമായിട്ടും സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണ്. ശ്രീ പിണറായി വിജയനാണ് ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയുടെ അധ്യക്ഷനായിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഉപാധ്യക്ഷനായിട്ട് വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ലൈഫിൻ്റെ ഉപാധ്യക്ഷനായിട്ടും വരിക. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? തൊഴിലില്ലാത്തവർക്ക് ഉപജീവനമാർഗം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതും കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതുമായിരിക്കും. ഇപ്പം എന്താണ്? തൊഴിലില്ലാത്തവർക്ക് ഉപജീവനമാർഗം കണ്ടെത്തി കൊടുക്കുക എന്നതും കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം എന്നൊരു ഉദ്ദേശമാണ് ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? പാർപ്പിട നിർമ്മാണത്തിന് വേണ്ടിയുള്ളൊരു പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. ഉപാധ്യക്ഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. ഓക്കെ.
ഓക്കെ. നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു ഭവന പദ്ധതികളെ സംയോജിപ്പിച്ച് ലൈഫ് മിഷന്റെ കീഴിൽ കൊണ്ടുവന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത? എന്താണ്? നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റു ഭവന പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് ലൈഫ് മിഷന്റെ കീഴിൽ കൊണ്ടുവന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത് ആരൊക്കെയായിരിക്കും? സ്വന്തമായി ഭൂമിയില്ലാത്ത ഭവനരഹിതർ, അതുപോലെ വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ പുറമ്പോക്കിലോ താൽക്കാലിക ഭവനമുള്ളവർ, ഭൂമിയുള്ള ഭവനരഹിതർ, ഇവരൊക്കെയായിരിക്കും ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കൾ. ആരൊക്കെയാണ് ഗുണഭോക്താക്കൾ? സ്വന്തമായി ഭൂമിയില്ലാത്ത ഭവനരഹിതർ, വാസയോഗ്യമല്ലാത്ത ഭവനമുള്ളവർ, തീരദേശ മേഖലയിലോ തോട്ടം മേഖലയിലോ പുറമ്പോക്കിലോ താൽക്കാലിക ഭവനമുള്ളവർ, ഭൂമിയുള്ള ഭവനരഹിതരായിരിക്കും ആര്? ഈ ലൈഫ് മിഷന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. ഇനി ഈ ഒരു ലൈഫ് പദ്ധതി മൂലം നമുക്ക് കിട്ടുന്ന വീടുകൾക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്, അതും കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾ വാടകയ്ക്ക് നൽകുവാനോ കൈമാറ്റം ചെയ്യാനോ അനുവാദമില്ല. അപ്പം എന്താണ്? ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾക്ക് അത് വാടകയ്ക്ക് നൽകുവാനോ കൈമാറ്റം ചെയ്യുവാനോ അനുവാദമില്ല. എന്നാൽ പ്രതിമാസം നിശ്ചിത തുക മുടക്കം കൂടാതെ മടക്കി നൽകി 15 മുതൽ 20 വർഷത്തിന് ശേഷം നമുക്ക് ഈ വീട് സ്വന്തമാക്കി എടുക്കാം. അപ്പം എന്താണ്? ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾ വാടകയ്ക്ക് നൽകുവാനോ കൈമാറ്റം ചെയ്യുവാനോ അനുവാദമില്ല. എന്നാൽ പ്രതിമാസം നിശ്ചിത തുക മുടക്കം കൂടാതെ മടക്കി നൽകി 15 മുതൽ 20 വർഷത്തിന് ശേഷം ഈ വീട് സ്വന്തമാക്കാനും കഴിയും. പിന്നുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പക്കലുള്ള ഭവനരഹിതരുടെ വിവരങ്ങളൊക്കെ എന്താണ്? 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ലഭ്യമായ ഭവനരഹിതരുടെ ഡേറ്റ യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു പദ്ധതിക്ക് വേണ്ടുന്ന ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. അപ്പം എന്താണ്? ഈ ഒരു പദ്ധതിക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തണമല്ലോ. അതെങ്ങനെയായിരിക്കും അവർ ഉണ്ടാവുക? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പക്കലുള്ള ഭവനരഹിതരുടെ വിവരങ്ങളുടെയും അതുപോലെ 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ലഭ്യമായ ഭവനരഹിതരുടെ ഡേറ്റയും യൂസ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞ പദ്ധതിക്ക് വേണ്ടുന്ന ഗുണഭോക്താക്കളെ കണ്ടെത്തിയിട്ടുള്ളത്. നവകേരളം മിഷൻ എന്ന് പറഞ്ഞ പദ്ധതിയിൽ വരുന്ന മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് എന്ത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. എന്താണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണ് നവകേരള മിഷൻ്റെ കീഴിൽ വരുന്ന മൂന്നാമത്തെ ഒരു പദ്ധതി എന്ന് പറയുന്നത്. സോ ഇതെന്നാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചതെന്ന് വെച്ചാൽ 2017 ജനുവരി 27-നാണ്. എന്നാണ് 2017 ജനുവരി 27-നാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നിലവിൽ വന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷൻ ആരാണ്? സ്വാഭാവികമായിട്ടും എന്താണ്? സംസ്ഥാന മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ പിണറായി വിജയനാണ് ഇതിൻ്റെ അധ്യക്ഷൻ വരുന്നത്. ഉപാധ്യക്ഷൻ ആരാണ്? പി ശിവൻകുട്ടി. ഇതിൻ്റെ ഉപാധ്യക്ഷൻ ആരാണ്? പി ശിവൻകുട്ടിയാണ്. കൂടാതെ പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരൊക്കെയാണ്? ഈ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത് PTA, അതായത് പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘടന, PTAയും അതോടൊപ്പം തന്നെ എന്താണ്? സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിസരവാസികളും പിന്നെ പൂർവ്വ വിദ്യാർത്ഥികളും പ്രവാസികളും സാമൂഹിക പ്രതിബദ്ധത ഫണ്ടൊക്കെ എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയിട്ട് നൽകേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം 2017 ജനുവരി 27-നാണ് നിലവിൽ വരുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ പിണറായി വിജയനാണ്. ഉപാധ്യക്ഷൻ പി ശിവൻകുട്ടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടത് ആരൊക്കെയാണ്? PTA മീറ്റിങ്ങും അതുപോലെ തന്നെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിസരവാസികളും പൂർവ്വ വിദ്യാർത്ഥികളും പ്രവാസികളും പിന്നീട് സാമൂഹിക പ്രതിബദ്ധത ഫണ്ടുമൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എന്താണ് ആ ലക്ഷ്യം എന്ന് പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളായിരിക്കും. എന്തൊക്കെയായിരിക്കും ആ ലക്ഷ്യങ്ങൾ? ഒന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക. ദെൻ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക. സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ടുന്ന ശേഷികളും ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം വരുന്ന 5 വർഷത്തിനുള്ളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പാക്കുക. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ടുന്ന ശേഷികളും അതിൻ്റെ ധാരണകളും നേടി അന്തർദേശീയ നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം വരുന്ന 5 വർഷത്തിനുള്ളിൽ പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കൊണ്ട് ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്താണ് അർത്ഥമാക്കുന്നത്? കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആ
ആ ഒരു അടിസ്ഥാനമാക്കി പഠനരീതി പരിഷ്കരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈടെക് സ്കൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് 8 മുതൽ 12 വരെയുള്ള സർക്കാർ ആൻഡ് എയ്ഡഡ് സ്കൂളുകളിൽ ഏകദേശം 45,000 ക്ലാസ് റൂമുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹൈടെക് സ്കൂൾ എന്ന് വെച്ചാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായിട്ട് 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ IT അറ്റ് സ്കൂളാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഏതാണ്? IT അറ്റ് സ്കൂൾ എന്ന് പറയുന്ന പദ്ധതിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് നടപ്പിലാക്കുന്നത്. അതുപോലെ ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പാഠപുസ്തകങ്ങൾ, പിന്നെ എല്ലാ വിഷയങ്ങളുടെയും പാഠ്യപഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഡേറ്റ, പിന്നെ എല്ലാവർക്കും എന്താണ് മുഴുവൻ സമയ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ, അതുപോലെ ലേണിംഗ്, അതുപോലെ തന്നെ മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ, ഇതൊക്കെ എന്താണ് ഈ ഹൈടെക് സ്കൂളിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ്. അപ്പോൾ എന്താണ് ഹൈടെക് സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ഒരു പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. സോ IT അറ്റ് സ്കൂളാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനു വേണ്ടി അവർ ചെയ്യുന്നത്? ഡിജിറ്റൽ ഇൻറ്ററാക്റ്റീവ് പാഠപുസ്തകങ്ങൾ, അതുപോലെ എല്ലാ വിഷയങ്ങളുടെയും പാഠ്യപഠനത്തിന് സഹായകമാകുന്ന ഡിജിറ്റൽ ഡേറ്റ, പിന്നീട് എല്ലാവർക്കും മുഴുവൻ സമയ പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്ന സമഗ്ര പോർട്ടൽ, അതുപോലെ ലേണിംഗ്, പിന്നെന്താണ് മൂല്യനിർണ്ണയ സംവിധാനങ്ങളൊക്കെ എന്താണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നവയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അപ്പോൾ എന്താണ് മികവിൻ്റെ കേന്ദ്രങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് 34 വിദ്യാലയങ്ങളുടെ ഉദ്ഘാടനം 2020 സെപ്റ്റംബർ 9 കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്? പൊതുവിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് 34 വിദ്യാലയങ്ങളുടെ ഉദ്ഘാടനം 2020 സെപ്റ്റംബർ 9 ഏത് ചാനൽ വഴിയാണ്? കൈറ്റ് വിക്ടേഴ്സ് എന്ന് പറയുന്ന ചാനൽ വഴി ഓൺലൈനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സോ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സ്കൂൾ എന്ന നിലയിൽ 140 സ്കൂളിനെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്നത്. ഓക്കെ, എന്താണ്? ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു സ്കൂൾ എന്ന നിലയിൽ 140 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി ഉയർത്തുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് ഈ 34 സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കിഫ്ബി, ജനപ്രതിനിധികളുടെ വികസന ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട്, ജനകീയ കൂട്ടായ്മകളുടെ സ്വരൂപിച്ച ഫണ്ട്, ഇതൊക്കെ എന്താണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? കിഫ്ബി, പിന്നെ ജനപ്രതിനിധികളുടെ വികസന ഫണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട്, ജനകീയ കൂട്ടായ്മകളുടെ സ്വരൂപിച്ച ഫണ്ടൊക്കെ എന്താണ് ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹൈടെക് ക്ലാസ് റൂമുകൾ, കിച്ചൺ ബ്ലോക്കുകൾ, ഡൈനിങ് ഹാള്, ടോയ്ലറ്റ് ബ്ലോക്ക്സ്, ലബോറട്ടറീസ്, ഓഡിറ്റോറിയം ഒക്കെ എന്താണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഹൈടെക് ക്ലാസ് റൂമുകൾ, കിച്ചൺ ബ്ലോക്കുകൾ, ഡൈനിങ് ഹാള്, ടോയ്ലറ്റ് ബ്ലോക്കുകൾ, ലബോറട്ടറീസ്, ഓഡിറ്റോറിയം ഒക്കെ എന്താണ് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. ഏതിൻ്റെ കീഴിലാണ്? പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിലായിട്ട്. നവകേരള മിഷൻ പദ്ധതിക്ക് കീഴിൽ വരുന്ന 4ാമത്തെ ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത്? ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹരിത കേരള മിഷൻ? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പദ്ധതി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്? 2016 ഡിസംബർ 8 എന്നാണ് 2016 ഡിസംബർ 8 പിണറായി വിജയൻ എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അധ്യക്ഷന്മാർ തന്നെയാണ് പിണറായി വിജയൻ തന്നെയാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ഇതിൻ്റെ ഉപാധ്യക്ഷന്മാരാരാണ്? സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയും MLA മാരുമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് പറഞ്ഞു, പിണറായി വിജയനാണ്. പിണറായി വിജയൻ അധ്യക്ഷനായിട്ടും എന്നാൽ ഇതിന് സഹ അധ്യക്ഷന്മാരായിട്ട് ആരൊക്കെ വരുന്നുണ്ട്? തദ്ദേശ സ്വയംഭരണ വകുപ്പും അതുപോലെ കൃഷി വകുപ്പ് അതുപോലെ ജലവിഭവ മന്ത്രിമാരും എന്താണ് ഇതിൻ്റെ സഹ അധ്യക്ഷന്മാരായിട്ട് വരുന്നതാണ്. കൂടാതെ ഇതിൻ്റെ ഉപാധ്യക്ഷന്മാരായിട്ട് വരുന്ന ആരാണ്? സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയും MLA പിന്നെ വേറെ കുറച്ച്
കുറച്ച് ആൾക്കാരുമാണ് ഈ ഹരിത കേരള മിഷൻ്റെ ഉപാധ്യക്ഷന്മാരായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്? നവകേരള മിഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് കീഴിൽ വരുന്ന 4ാമത്തെ പദ്ധതിയാണ് ഹരിത കേരള മിഷൻ എന്ന് പറയുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവകൃഷി രീതിക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി വികസനം എന്നീ 3 മേഖലകൾക്കാണ് ഇത് പ്രാധാന്യം കൊടുക്കുന്നത്. ഹരിത കേരള മിഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക. എന്താണ്? കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക. അതുപോലെ സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. എന്താണ്? സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. എന്താണ്? കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? കേരളത്തിന്റെ ജലസമൃദ്ധിയും ശുചിത്വവും വീണ്ടെടുക്കുക, സുരക്ഷിത ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, കാലാവസ്ഥാ വ്യതിയാനം നേരിടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക. ദെൻ വേറൊരു പോയിന്റ് കൂടി നമുക്ക് ഓർത്തിരിക്കാനുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ കേരള മാതൃകയായ ശുചിത്വ കേരളത്തിന്റെ സഹായത്തോടെയാണ് ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നത്. അപ്പം എന്താണ് ഹരിത കേരള മിഷൻ? എന്താണ് അതിൻ്റെ ഒരു പോയിന്റ്? എന്താണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടപ്പിലാക്കിയ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ കേരള മാതൃകയായ ശുചിത്വ കേരളത്തിന്റെ സഹായത്തോടെയാണ് ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നത് എന്നും കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. കൂടാതെ ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് വരുന്ന ആരാണ്? KJ യേശുദാസ് ആണ്. അപ്പം എന്താണ്? ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? KJ യേശുദാസ് ആണ്. ഇനി നമുക്ക് ഈ നവകേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ, നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദി ഏതാണ്? എന്താണ്? നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദി ഏതാണ്? പത്തനംതിട്ടയിലെ വരട്ടാറാണ്. എന്താണ്? പത്തനംതിട്ടയിലെ വരട്ടാറാണ് നവകേരളം പദ്ധതിയുടെ ഭാഗമായി പുനരുജ്ജീവിപ്പിച്ച നദി. ദെൻ നെക്സ്റ്റ് വൺ, പച്ചത്തുരുത്ത് എന്ന പദ്ധതി നവകേരള മിഷനിലെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? പച്ചത്തുരുത്ത് എന്ന പദ്ധതി നവകേരള മിഷനിലെ ഏത് പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഹരിത കേരളം. എന്താണ്? ഹരിത കേരളം. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, പച്ചത്തുരുത്ത്, ഹരിത കേരളം എന്നുള്ളത്. അപ്പം എന്താണ്? പച്ചത്തുരുത്ത് എന്ന പദ്ധതി നവകേരള മിഷനിലെ ഹരിത കേരളവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 പിക്ചറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം അതൊരു റിവറാണ്. അപ്പം എന്താണ്? വരട്ടാർ റിവറാണ്. അത് പത്തനംതിട്ടയിലുള്ള വരട്ടാർ റിവറാണ്. അത് ഭയങ്കരമായിട്ട് മോശമായി കിടക്കുകയാണ് അല്ലേ. അപ്പം ഇത് നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? പുനരുജ്ജീവിപ്പിച്ചു. അപ്പോൾ അതാണ് 2ാമത്തെ പിക്ചറിൽ കൊടുത്തേക്കുന്നത്. നല്ല വൃത്തിക്ക് കിടക്കുന്നുണ്ടല്ലേ. സോ അതും എന്താണ്? ഈ ഒരു പദ്ധതിയുടെ ഒരു വിജയമായിട്ട് നമുക്ക് പറയാം. നമുക്കിനി പച്ചത്തുരുത്തിനെ പറ്റിയിട്ടും കൂടെ കുറച്ച് കാര്യങ്ങൾ അത് മനസ്സിലാക്കാം. എന്താണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്? ഓക്കെ, അപ്പോൾ തരിശായ സ്ഥലങ്ങളിൽ ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ വനവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പച്ചത്തുരുത്ത്. എന്താണ് പച്ചത്തുരുത്ത്? തരിശായ സ്ഥലങ്ങളിൽ ഫലവൃക്ഷങ്ങൾ അല്ലെങ്കിൽ വനവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പച്ചത്തുരുത്ത് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്ന ഏതാണെന്ന് അറിയാമോ? പത്തനംതിട്ടയിലുള്ള കൊടുമണ്ണാണ്. അപ്പോൾ പത്തനംതിട്ടയിലുള്ള കൊടുമണ്ണാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ഗ്രാമപഞ്ചായത്ത് എന്നറിയപ്പെടുന്നത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരത്തുള്ള കിളിമാനൂരാണ്. ഓക്കെ, അപ്പം എന്താണ്? തിരുവനന്തപുരത്തുള്ള കിളിമാനൂരാണ് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ലാ പഞ്ചായത്ത് ഏതാണെന്ന് അറിയാമോ? അതും തിരുവനന്തപുരമാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ജില്ലാ പഞ്ചായത്ത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ കേരളത്തിലെ 2ാമത്തെ പച്ചത്തുരുത്ത് ജില്ലാ പഞ്ചായത്ത് എവിടെയാണ്? വയനാടുമാണ്. ഓക്കെ, ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നവകേരള മിഷന്റെ ഉപമിഷനായ ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത് എന്നാണ്? എന്താണ്? നവകേരള മിഷന്റെ ഉപമിഷനായ ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത് എന്നാണ്? 2016 ഡിസംബർ 8-നാണ്. 2016 ഡിസംബർ 8-നാണ് നവകേരള മിഷന്റെ ഉപമിഷനായിട്ടുള്ള ഹരിത കേരളം പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത ആരാണ്? അത് ശ്രീ പിണറായി വിജയനാണ്. ശ്രീ പിണറായി വിജയനാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? ഹരിത കേരളം പദ്ധതി 2016 ഡിസംബർ 8-ന് ഉദ്ഘാടനം ചെയ്തത്. എവിടെ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ കൊല്ലായിൽ പഞ്ചായത്തിലെ കള്ളത്തിങ്കര പാടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ കൊല്ലായിൽ പഞ്ചായത്തിലെ കള്ളത്തിങ്കര പാടത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? ഹരിത കേരളം മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി 2016 ഡിസംബർ 8-ന് ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. KJ യേശുദാസ് ആണ് അല്ലേ. എന്താണ്? KJ യേശുദാസ് ആണ്. സോ ഇതിൻ്റെ ഉപദേശക ആരാണ്? DN സീമയാണ് ഹരിത കേരളം പദ്ധതിയുടെ ഉപദേശക എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം. എന്താണ്? നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? ഗ്രീൻ കേരള,
ക്ലീൻ കേരള. എന്താണ്? ഗ്രീൻ കേരള, ക്ലീൻ കേരള എന്നുള്ളതാണ് നവകേരള മിഷൻ പദ്ധതിയുടെ ആപ്തവാക്യം. ദ നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത നിയോജക മണ്ഡലം ഏതാണ്? പാറശാലയാണ്. എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത നിയോജക മണ്ഡലം ഏതാണ്? പാറശാലയാണ്. ഇപ്പോൾ ഈ പാറശാലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നിയോജക മണ്ഡലമാണ് എന്ത്? പാറശാല. അപ്പം എന്താണ്? കേരളത്തിലെ ആദ്യത്തെ തരിശ് രഹിത നിയോജക മണ്ഡലം ഏതാണ്? പാറശാലയാണ്. ദ നെക്സ്റ്റ് വൺ, എല്ലാ സ്കൂളുകളും ഹരിത വിദ്യാലയമായ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? കാട്ടാക്കടയാണ്. എന്താണ്? എല്ലാ സ്കൂളുകളും ഹരിത വിദ്യാലയമായ ആദ്യത്തെ നിയോജക മണ്ഡലം ഏതാണ്? കാട്ടാക്കടയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, മുറ്റത്തെ മുല്ല എന്ന പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? മുറ്റത്തെ മുല്ല എന്ന പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സോ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആഡ് ചെയ്തത്. എന്തിനാണ് മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞ പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? അതെന്ന് വെച്ചാൽ കൊള്ളപ്പലിശക്കാരിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കാൻ കുടുംബശ്രീയുമായി യോജിച്ച് സഹകരണ വകുപ്പ് തുടങ്ങിയ പദ്ധതിയാണ് മുറ്റത്തെ മുല്ല. ഇപ്പം എന്താണ്? കൊള്ളപ്പലിശക്കാരിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കാൻ കുടുംബശ്രീയുമായി യോജിച്ച് സഹകരണ വകുപ്പ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് മുറ്റത്തെ മുല്ല എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ആരംഭിച്ചത് എവിടെയാണ്? പാലക്കാടാണ്. പാലക്കാടാണ് മുറ്റത്തെ മുല്ല എന്ന് പറഞ്ഞ ഒരു പരിപാടി ആദ്യമായിട്ട് എന്ത് ചെയ്ത് ആരംഭിച്ചത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രീൻ ലോയൽറ്റി പദ്ധതി എന്തിനാണ് നടപ്പിലാക്കിയത്? എന്താണ് ഗ്രീൻ ലോയൽറ്റി? എന്തിനാണ്? കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ എന്നിവ സംരക്ഷിക്കുന്നവർക്കായി നൽകുന്ന വാർഷിക അവകാശ ധനസഹായ പദ്ധതിയാണ് എന്ത്? ഗ്രീൻ ലോയൽറ്റി പദ്ധതി. അപ്പോൾ എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ എന്നിവ സംരക്ഷിക്കുന്നവർക്കായി നൽകുന്ന വാർഷിക അവകാശ ധനസഹായ പദ്ധതിയാണ് ഗ്രീൻ ലോയൽറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത ആരാണ്? DN സീമയാണ്. DN സീമയാണ് മലപ്പുറത്ത് നിലമ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്താണ് എന്ത് ചെയ്ത് ഈ ഒരു ഇനാഗുറേഷൻ നടന്നത്. അപ്പോൾ എന്താണ് ഗ്രീൻ ലോയൽറ്റി പദ്ധതി എന്ന് പറയുന്നത്? കാവ്, കുളം, കണ്ടൽക്കാടുകൾ, നെൽവയൽ എന്നിവ സംരക്ഷിക്കുന്നവർക്കായി നൽകുന്ന വാർഷിക അവകാശ ധനസഹായ പദ്ധതിയാണ്. അടുത്തൊരു ചോദ്യമാണ്, നവകേരളം എന്ന കവിത രചിച്ചത് ആരാണ്? എന്താണ്? നവകേരളം എന്ന കവിത രചിച്ചത് ആരാണ്? ബാലാമണി അമ്മയാണ്. ഓക്കെ, അപ്പോൾ ബാലാമണി അമ്മയാണ് നവകേരളം എന്ന കവിത രചിച്ചത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. എന്താണ്? നവകേരളത്തിലേക്ക് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശ്രീ പിണറായി വിജയനാണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈഫ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? ലൈഫ് പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ശ്രീ ദിലീപ്. എന്താണ്? ശ്രീ ദിലീപ്. സോ ഇതിൻ്റെ ഉദ്ഘാടനം ആരാണ് നിർവഹിച്ചത്? ശ്രീ പിണറായി വിജയനാണ്. കൊല്ലം പുനലൂരിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നതെന്നും ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈഫ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് ഭവന നിർമ്മാണത്തിന് എത്ര തുകയാണ് അനുവദിക്കുക? 4 ലക്ഷം രൂപയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ലൈഫ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 4 ലക്ഷം രൂപയാണ് ഭവന നിർമ്മാണത്തിനായിട്ട് അനുവദിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണ്? ലക്ഷം വീട് പദ്ധതിയാണ്. അപ്പോൾ എന്താണ്? കേരളത്തിൽ ആദ്യമായിട്ട് ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണ്? ലക്ഷം വീട് പദ്ധതിയാണ്. 1972 ഇത് സ്ഥാപിച്ചത്. എന്നാണ്? 1972 ഈ ഒരു പദ്ധതി നിലവിൽ വന്നതെന്ന് ഓർത്തിരിക്കാം. അതുപോലെ ഇത് ഉദ്ഘാടനം ചെയ്ത് എവിടെയാണ്? കൊല്ലം ചടയമംഗലത്തിനടുത്തുള്ള ചിതറയിലാണ്. അപ്പോൾ എന്താണ് ഉദ്ഘാടനം ചെയ്തത്? കൊല്ലം ചടയമംഗലത്തിനടുത്തുള്ള ചിതറയിലാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. എന്നാണ്? 1972. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണ്? EMS പദ്ധതിയാണ്. എന്താണ്? ലക്ഷം വീട് പദ്ധതിക്ക് ശേഷം ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഏതാണ്? EMS പദ്ധതിയാണ്. അത് 2008 സ്ഥാപിച്ചതെന്ന് ഓർത്തിരിക്കുക. ഇതെവിടെയാണ്? കൊല്ലം കൊടകരയിലാണ് ഇതിൻ്റെ ഇനാഗുറേഷൻ നടന്നത്. സോ ഇത്രയുമാണ് കേരള സർക്കാരിൻ്റെ നവകേരള മിഷൻ എന്ന പ്രോഗ്രാമും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ഒപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻസും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.